അവർക്ക് കൊടുത്ത 3 മണിക്കൂർ സമയപരിധി അവസാനിക്കാനാണ് അയാൾ കാത്തിരിക്കുന്നത്. മാനേജറുടെ ഒരു മൂളൽ കേൾക്കാൻ അയാളുടെ ബോഡി ഗാർഡ്സും കാത്തിരുന്നു. അച്ഛാ, നമുക്ക് മുത്തശ്ശിയോട് സഹായം ചോദിച്ചുകൂടെ? കടമായിട്ട് മതിയെന്ന് പറയാം. പിന്നീട് എനിക്ക് കിട്ടുമ്പോൾ ഞാൻ തിരികെ കൊടുത്തോളാം. പെട്ടെന്ന് ആവണി ജയരാജനോട് ചോദിച്ചു. ഗായത്രി ദേവിയോട് ചോദിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഗീത അവളെ നിരുത്സാഹപ്പെടുത്തി. അതെന്തായാലും നടക്കില്ല. അവരതിനൊന്നും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. അതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും നന്നായി അറിയാലോ. ഗീത ആദിത്യനെ ഉന്നം വെച്ച് രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ആവണി അതൊന്നും ശ്രദ്ധിക്കാതെ പിന്നെയും പറഞ്ഞു. ഒന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? ഞാൻ തന്നെ മുത്തശ്ശിയെ വിളിക്കാം. ആവണി ഫോൺ എടുത്ത് ഗായത്രി ദേവിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. തന്റെ നമ്പർ കണ്ടാൽ മുത്തശ്ശി കോൾ എടുക്കുമോ എന്ന ആശങ്ക വാസ്തവത്തിൽ അവൾക്കുമുണ്ടായിരുന്നു. എന്നാൽ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഗായത്രി ദേവി ഫോൺ എടുത്തു. ആവണി പരിഭ്രമത്തോടെ പറഞ്ഞു, മുത്തശ്ശി, ഇത് ഞാൻ. ഉടനെ അപ്പുറത്തു നിന്നും ഗായത്രി ദേവിയുടെ ഉറച്ച ശബ്ദം കേട്ടു. മനസ്സിലായി. എന്താ കാര്യം? ഗായത്രി ദേവി ലവലേശം സ്നേഹമില്ലാത്ത രീതിയിൽ ചോദിച്ചു. ആവണി ഒരു ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് അവരോടെല്ലാം വിശദീകരിച്ചു. ഗായത്രി ദേവി എല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ആവണി പറഞ്ഞു തീർന്നപ്പോൾ ഒരു നീണ്ട നിശബ്ദത മാത്രമുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗായത്രി ദേവിയുടെ ശക്തമായ ശബ്ദം കേട്ടു. ശരി, പണം ഞാൻ തരാം. പക്ഷേ നീ എൻ്റെ ഒരു നിബന്ധന അംഗീകരിക്കണം. നിബന്ധനയോ? എന്താണത്? ആവണി മടിച്ചുകൊണ്ട് ചോദിച്ചു. ഗായത്രി ദേവി വിശദീകരിച്ചു. ഇവിടുത്തെ ഏറ്റവും വലിയ കമ്പനിയായ മീറ്റിയോർ ഗ്രൂപ്പുമായി ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പിലേക്ക് കടക്കാൻ പോവുകയാണ്. നിനക്കിപ്പോഴും എന്നോട് ബഹുമാനമുണ്ടെങ്കിൽ, നീ എന്നെ ഇപ്പോഴും നിന്റെ മുത്തശ്ശിയായി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ, നീ ഇപ്പോൾ തന്നെ ആ ആദിത്യനെ ഡിവോഴ്സ് ചെയ്ത് മീറ്റിയോർ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകൻ അശോക് ചന്ദ്രനെ വിവാഹം കഴിക്കണം. മുത്തശ്ശിയുടെ ആവശ്യം കേട്ട് ആവണി ഞെട്ടി. അവൾ വേഗം തന്നെ പറഞ്ഞു. മുത്തശ്ശി എന്തായി പറയുന്നേ? ഇതല്ലെങ്കിലും ആദിത്യന്റെ തെറ്റല്ലല്ലോ. അവനല്ല. എന്നാൽ ഗായത്രി ദേവി ഉറച്ച ശബ്ദത്തിൽ പിന്നെയും ആവർത്തിച്ചു. അതല്ലല്ലോ ഞാൻ പറഞ്ഞത്. ആരുടെ തെറ്റെന്നത് എനിക്ക് പ്രസക്തമല്ല. നിനക്കിപ്പോ എന്റെ സഹായം വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ആ കാൽക്കാശിന് വകയില്ലാത്തവനെ കളഞ്ഞിട്ട് ഞാൻ പറയുന്നവനെ കെട്ടണം. അതിന് സമ്മതമാണോ അല്ലയോ? ആവണി ആ ചോദ്യത്തിന് ഉത്തരം നൽകാതെ പിന്നെയും അവരെ കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ ശ്രമിച്ചു. മുത്തശ്ശി, ഈ പണം മുത്തശ്ശിയുടെ മകന് വേണ്ടിയല്ലേ? ഗായത്രി ദേവി അവളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ബന്ധത്തിന്റെ കടമയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ അച്ഛൻ ഈ പണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം നീ കേൾക്കണം. നന്നായി സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാൽ മതി. ആവണി വീണ്ടും സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും ഗായത്രി ദേവി കോൾ കട്ട് ചെയ്തിരുന്നു. ഫോൺ സ്പീക്കറിലായിരുന്നതുകൊണ്ട് തന്നെ ഗായത്രി ദേവിയുടെ സംസാരം അവിടെ നിന്ന് എല്ലാവരും കേട്ടിരുന്നു. ആരും ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ ആദിത്യൻ ആവണിയുടെ അടുത്തേക്ക് ചെന്നു. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചു. ആവണി, സാരമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാം. അത് കേട്ടതും ഗീത ദേഷ്യത്തോടെ അലറി. ഓ, നീ എന്ത് ചെയ്യാൻ? തെരുവിൽ കിടന്ന് തെണ്ടുവോ? ആവണി, നീ ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഇവരെ ഡിവോഴ്സ് ചെയ്യ്. അപ്പോ പിന്നെ നിന്റെ മുത്തശ്ശി നമ്മളെ കുടുംബത്തിലേക്ക് തിരിച്ചു വിളിക്കും. നമ്മുടെ എല്ലാ പ്രശ്നവും അതോടെ തീരും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പോ തന്നെ അശോകിനെ വിളിക്കുക. നിങ്ങൾ തമ്മിൽ പരിചയമുള്ളതല്ലേ? അവൻ എന്തായാലും നിന്നെ സഹായിക്കും. ഈ 30 ലക്ഷമൊക്കെ അവന്റെ അച്ഛനെ സംബന്ധിച്ച് ചെറിയ തുക മാത്രമാണ്. ഗീത അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അശോക് ആരാണെന്ന് ആവണിക്ക് നന്നായി അറിയാമായിരുന്നു. മീറ്റിയോർ ഗ്രൂപ്പിന്റെ വൈസ് ചെയർമാൻ ചന്ദ്രശേഖറിന്റെ ഒരേയൊരു മകനാണ് സ്ത്രീലമ്പടനായ ഈ അശോക്. സ്ത്രീകൾ വീക്ക്നെസ്സായ അവന് ഓരോ ദിവസവും ഓരോ പെണ്ണാണ്. അവന്റെ പേരിൽ എത്രയോ ബലാത്സംഗ കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും അച്ഛന്റെ പണത്തിന്റെ ബലത്തിൽ അവൻ അതിൽ നിന്നെല്ലാം പുറത്തു കടന്നു. അശോക് കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ ആവണിയെ പിന്തുടരുന്നുണ്ട്. എന്നാൽ അവൾ എപ്പോഴും അവനെ അവഗണിച്ചു. അശോകിന്റെ പേര് കേട്ടപ്പോൾ ആദിത്യനും എന്തോ പറയാൻ വന്നെങ്കിലും ആരും അപ്പോൾ അവനെ കേൾക്കില്ലെന്ന് അവന് തോന്നി. അവൻ ഫോൺ എടുത്ത് അവിടെ നിന്നും പുറത്തേക്ക് നടന്നു. സ്റ്റോറിന്റെ പുറത്തെത്തിയപ്പോൾ അവൻ ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ഓരോ റിങ്ങിലും അവന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഫോൺ കണക്ട് ആയതും കുറച്ചു സമയം നിശബ്ദതയായിരുന്നു. അവസാനം ആദിത്യൻ ഒരു മടിയോടെ വിളിച്ചു. മൂർത്തിയെങ്കിൽ. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പുറത്തെ ആൾ സംസാരിച്ചു. പറയൂ കൊച്ചു തമ്പുരാനെ. അത് കേട്ട് ആദിത്യന്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചതുപോലെ തോന്നി. അവൻ വേഗം സ്റ്റോറിന്റെ ഒരു മൂലയിൽ പോയിരുന്നു. പിന്നെ പതുക്കെ ചോദിച്ചു, സുഖമാണോ അങ്കിളെ? ആദിത്യൻ ഇപ്പോൾ സംസാരിക്കുന്ന വ്യക്തിയാണ് കൃഷ്ണമൂർത്തി. അവന്റെ അച്ഛൻ ഐരൂരിലെ പ്രതാപികളായ രാജകുടുംബമായ പള്ളിക്കൽ കോവിലകത്തെ രാഘവേന്ദ്രവർമ്മയുടെ വലം കൈയാണ് മൂർത്തി. രാഘവേന്ദ്രന്റെ ഏറ്റവും ഇളയ മകനാണ് രാജകുമാരനായ ആദിത്യവർമ്മ. അതിസമ്പന്നമായ പള്ളിക്കൽ തന്നെയാണ് ആദിത്യനും വളർന്നത്. അവൻ വലുതായി വിവാഹപ്രായമായപ്പോൾ അവന്റെ മുത്തച്ഛൻ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകൾ ദീപികയുമായി ആദിത്യന്റെ വിവാഹമുറപ്പിച്ചു. ദീപിക ആദിത്യന്റെ ബാല്യകാല സുഹൃത്തായിരുന്നെങ്കിലും അവൻ ഒരിക്കലും അവളെ പ്രണയത്തോടെ കണ്ടിട്ടില്ല. പക്ഷെ അവന്റെ വീട്ടുകാർ അവന്റെ താല്പര്യം നോക്കിയില്ല. അവർ ആദിത്യനും ദീപികയും തമ്മിലുള്ള വിവാഹമുറപ്പിച്ചു. അപ്പോഴാണ് എല്ലാം മാറ്റിമറിച്ച ഒരു സംഭവം കോവിലകത്ത് നടന്നത്. കല്യാണത്തിന്റെ അന്ന് അലങ്കരിച്ച ആ മണ്ഡപം വിട്ട് ആദിത്യൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ആ മണ്ഡപം ഇപ്പോഴും കോവിലകത്ത് അതുപോലെ തന്നെ അലങ്കരിച്ചു നിൽക്കുന്നുണ്ട്. എല്ലാം ആലോചിച്ചുകൊണ്ട് നിന്ന മൂർത്തി പെട്ടെന്ന് സ്വബോധത്തിലേക്ക് തിരികെ വന്നുകൊണ്ട് ആദിത്യനോട് പറഞ്ഞു,
സുഖമാണ്. ആദിത്യൻ സംശയത്തോടെ പിന്നെയും നിന്നു. അങ്കിളിന് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അപ്പോൾ മൂർത്തി അവനോട് പറഞ്ഞു, എന്തൊക്കെയാ ഈ പറയുന്ന കൊച്ചു തമ്പുരാനെ? തമ്പുരാൻ പോയതിനു ശേഷം കോവിലൊക്കെ ആകെ ശൂന്യമായതുപോലെയാണ്. വല്ലാതെ മിസ് ചെയ്യാണ്. അത് കേട്ട ആദിത്യന് ആകെ വിഷമം തോന്നി. സോറി അങ്കിളെ, ഞാനിപ്പോൾ വിളിച്ചത് ഒരു സഹായം ചോദിക്കാനാ. ഞാൻ വലിയൊരു പ്രശ്നത്തിൽപ്പെട്ടിരിക്കുകയാണ്. തമ്പുരാൻ ഇപ്പോൾ എവിടെയാണ് താമസിക്കുന്നതെന്നും എന്താണ് തമ്പുരാന്റെ പ്രശ്നമെന്നും എല്ലാം എനിക്കറിയാം. മൂർത്തിയുടെ മറുപടി കേട്ട ആദിത്യൻ അമ്പരപ്പോടെ നിന്നു. അവൻ മെല്ലെ ആ സ്റ്റോറിൽ നിന്നും പുറത്തേക്കിറങ്ങി. 4 വർഷം മുമ്പാണ് അവൻ കോവിലകം വിട്ടിറങ്ങിയത്. എന്നിട്ടും ഇപ്പോഴും അവർ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ അവന് ശരിക്കും അത്ഭുതം തോന്നി. എന്തായാലും ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ആദിത്യൻ വേഗം പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാനെല്ലാം വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്കിപ്പോൾ ഒരു 30 ലക്ഷം രൂപ വേണം. അതുകൊണ്ട് എനിക്ക്... പെട്ടെന്ന് മൂർത്തി അവനെ തടഞ്ഞു. പണം നമുക്കൊരു പ്രശ്നമല്ലല്ലോ തമ്പുരാനെ. ആട്ടെ, ഇപ്പോൾ എന്താ അത്യാവശ്യം? പള്ളിക്കലെ കൊച്ചു തമ്പുരാന് വല്ലവന്റെയും വീട്ടുജോലി ചെയ്യേണ്ട ഗതികേടുണ്ടോ? എല്ലാം അവസാനിപ്പിച്ച് കോലോത്തേക്ക് തിരികെ വന്നൂടെ തമ്പുരാന്? ആദിത്യനൊന്നും മിണ്ടിയില്ല. മൂർത്തി തുടർന്നു. പള്ളിക്കൽ കോവിലകത്തിന്റെ സിംഹാസനം വലിച്ചെറിഞ്ഞിട്ടാണ് തമ്പുരാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഇത്രയും വർഷമായിട്ടും തിരികെ വരാതെ എന്തിനാണ് ഇങ്ങനെ ഒരു നരകതുല്യ ജീവിതം? ആരോടെങ്കിലുമുള്ള പ്രതികാരമാണെങ്കിൽ ആരോട്? എന്തിന്? 4 വർഷമായി ആദിത്യന്റെ ഉള്ളിൽ കിടക്കുന്ന മുറിവുകളെ മൂർത്തിയുടെ വാക്കുകൾ കുത്തിനോവിച്ചു. അങ്കിളെ, ഇതൊരു പ്രതികാരമൊന്നുമല്ല. സത്യം പറഞ്ഞാ ഇതൊരു മുഖംമൂടിയാണ്. ഒന്നിനും വകയില്ലാത്ത വെറും ഒരു മരുമകന്റെ മുഖംമൂടി. നമ്മുടെ നാട്ടിൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ നിൽക്കുന്നത് ഏറ്റവും മോശം കാര്യമായാണ് കണക്കാക്കുന്നതെന്ന് എനിക്കറിയാണ്ടല്ല. ഇപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നതിന് എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാണ്, ആർക്കു വേണ്ടിയാണ് എന്നതെല്ലാം സമയം വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പോൾ തൽക്കാലം ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ എൻ്റെ മുമ്പിൽ വളരെ വലിയൊരു പ്രശ്നമുണ്ട്. അതിൽ നിങ്ങൾക്കെന്നെ സഹായിക്കാൻ പറ്റുമോ എന്ന് പറയൂ. ആദിത്യൻ ആകാംക്ഷയോടെ നിന്നപ്പോൾ മൂർത്തി പറഞ്ഞു, പള്ളിക്കൽ കോലോത്ത് നിന്ന് തമ്പുരാന് 30 ലക്ഷം രൂപ തരും. പക്ഷെ ആ പണത്തിന് പകരമായി തമ്പുരാന്റെ മുത്തച്ഛന് ഒരു കണ്ടീഷനുണ്ട്. ആദിത്യൻ ഒന്ന് അമ്പരന്നു. എന്ത് കണ്ടീഷൻ? മൂർത്തി ശാന്തമായി പറഞ്ഞു, തമ്പുരാൻ മുൻപ് നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ ദീപികയെ വിവാഹം കഴിക്കണം. ആദിത്യൻ അത് കേട്ട് ഞെട്ടിപ്പോയി. 4 വർഷം കഴിഞ്ഞിട്ടും അതേ ആവശ്യം തന്നെ. അവൻ വേഗം തന്നെ അത് നിരസിച്ചു. അങ്കിളെ, എല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്? എന്റെ വിവാഹം ഒരിക്കൽ കഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെ എനിക്ക് ദീപികയെ വിവാഹം കഴിക്കാൻ സാധിക്കും? അതൊന്നും നടക്കില്ല. അപ്പോൾ മൂർത്തി വിശദീകരിച്ചു, ആവണിയുമായുള്ള കൊച്ചു തമ്പുരാന്റെ വിവാഹത്തെ വലിയ തമ്പുരാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. കൊച്ചു തമ്പുരാൻ കോവിലകത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. അറിയാലോ, എനിക്കെന്തായാലും കോലോത്തെ തീരുമാനത്തിനെതിരായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പണം ഞാൻ തരാം. അതിന് പകരമായി തമ്പുരാൻ ആവണിയെ ഡിവോഴ്സ് ചെയ്ത് ദീപികയെ വിവാഹം കഴിക്കണം. മൂർത്തി വീണ്ടും ആ ആവശ്യം തന്നെ പറഞ്ഞത് കേട്ടപ്പോൾ ആദിത്യൻ കുറച്ചു സമയം മിണ്ടാതെ നിന്നു. പിന്നെ മനസ്സിൽ ചിന്തിച്ചു, വർഷം 4 കഴിഞ്ഞിട്ടും മുത്തച്ഛൻ അതേ വാശിയിൽ തന്നെയാണല്ലേ. എന്തായാലും അദ്ദേഹത്തിന്റെ വാശി കാരണം എനിക്കിനിയും എൻ്റെ ജീവിതം കളയാൻ പറ്റില്ല. ആവണി ഉപേക്ഷിക്കാനും എനിക്ക് പറ്റില്ല. ആദിത്യന്റെ മുമ്പിൽ ഇപ്പോൾ വേറെ ഒരു വഴിയുമില്ലായിരുന്നു. ദീപികയെ വിവാഹം കഴിക്കുക എന്നത് അവൻ ഒരിക്കലും ചിന്തിക്കാനാവാത്ത കാര്യമാണ്. എന്നാൽ ഈ ഓഫർ ഇപ്പോൾ നിരസിച്ചു കഴിഞ്ഞാൽ ആവണി പിന്നെ പണത്തിനു വേണ്ടി അശോകന്റെ അടുത്തേക്ക് പോവേണ്ടി വരും. അവസാനം അവൻ മനസ്സിൽ ചില കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ പറഞ്ഞു, ശരി, സമ്മതം. പക്ഷെ അങ്കിൾ, എനിക്ക് 1 വർഷത്തെ സമയം വേണം. 1 വർഷത്തിന് ശേഷം ഞാൻ ആവണി ഉപേക്ഷിച്ച് മുത്തച്ഛൻ പറയുന്ന ആരെയും വിവാഹം കഴിക്കാം. മൂർത്തി അത് കേട്ട് സന്തോഷിച്ചു. അത് സാരമില്ല. 4 വർഷമായി കോലോത്തുള്ളവരൊക്കെ തമ്പുരാൻ മടങ്ങി വരുന്നതും കാത്തിരിക്കുകയാണ്. ഇനി 1 വർഷം കൂടെ കാത്തിരിക്കാൻ ഒരു വിരോധവുമില്ല. എന്തായാലും വലിയ തമ്പുരാൻ ഇത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാവും. അദ്ദേഹത്തിന്റെ കൊച്ചുമോൻ തിരിച്ചു വരാൻ പോവുമല്ലേ. ഇത് കേട്ട് ആദിത്യൻ ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചു. പിന്നെ ആ 30 ലക്ഷം തരുന്നതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യണം. മീറ്റിയോർ ഗ്രൂപ്പ് എനിക്ക് വേണം. മൂർത്തി അത്ഭുതത്തോടെ ചോദിച്ചു, മീറ്റിയോർ ഗ്രൂപ്പോ? അതെന്തിന്?